The love kept Jesus on the cross, not the nails. Means നമ്മളോടുള്ള ആരുമായ സ്നേഹം കൊണ്ടാണ് യേശുക്രിസ്തു ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. എക്സൽ മീഡിയയുടെ ഇന്നത്തെ ചിന്തയിലേക്ക് സ്വാഗതം. ഇന്ന് മത്തായി 27 അധ്യായമാണ്. ഈ അധ്യായത്തിൽ തിരുവെഴുത്തിൽ പ്രവാചകന്മാർ പ്രവചിച്ചതിന്റെ ഒരു പൂർത്തീകരണമാണ്. 1-ാം വാക്യത്തിൽ ഇവിടെ സൻഹെദ്രിൻ സംഘം ഒഫീഷ്യൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് യേശുക്രിസ്തുവിനെ ജൂദയുടെ റോമൻ ഗവർണർ ആയ പിലാത്തോസിനെ മരണശിക്ഷയ്ക്ക് ഏൽപ്പിക്കുന്നു. സൻഹെദ്രിൻ സംഘം ജൂയിഷ് കോർട്ട് ഓഫ് ലോ ആണ്. അവർക്ക് ആരെയും ഡെത്ത് പെനാൽറ്റി കൊടുക്കാനുള്ള അധികാരം ഇല്ല. ഹിസ്റ്റോറിക്കൽ ബുക്സ് വായിക്കുകയാണെങ്കിൽ ഈ പിലാത്തോസ് ഒരു ദുഷ്ടനായ മനുഷ്യനാണ്, പ്രത്യേകിച്ച് യഹൂദരോട്. പക്ഷെ ഇവിടെ യേശു ക്രിസ്തു വ്യത്യസ്തമായി പെരുമാറുന്നു. അതിൻ്റെ ഭാര്യ വരെയും പറയുന്നുണ്ട് നീതിമാന്റെ കാര്യത്തിൽ ഇടപെടുന്നു. കഴിഞ്ഞ രാത്രി അവർ ഉറങ്ങിയപ്പോൾ സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചവര് എന്തോ സ്വപ്നം കണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ നമ്മൾ വിചാരിക്കാം യേശു ക്രിസ്തു വെള്ളസിംഹാസനത്തിൽ ഇരിക്കുന്നതും അവരെ ന്യായം വിധിക്കുന്നതായിരിക്കും. 15-ാം വാക്യത്തിൽ പെസഹ സമയത്ത് ഒരു കഷ്ടമാണ് ഒരു കുറ്റവാളിയെ വിടുന്നത്. ഇവിടെ സമൂഹം മുഴുവൻ ബർന്നബാസ് ഒരു ടെററിസ്റ്റിനെ റിലീസ് ചെയ്തിട്ട് യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറയ്ക്കാനാണ് പറയുന്നത്. അത് അസൂയ നിമിത്തമാണ് പറയുന്നത്. പിലാത്തോസ് നോക്കി ജയിക്കത്തില്ലെന്ന് അറിഞ്ഞപ്പം വെള്ളം എടുത്ത് കൈ കഴുകിയിട്ട് പറയുന്നത് ഐ ആം ഇന്നസെന്റ് ഓഫ് ദ ബ്ലഡ് ഓഫ് ജീസസ്. അപ്പം പുരുഷാരം പറയുന്നത് ഹിസ് ബ്ലഡ് ബി ഓൺ us and our children. യേശു ക്രിസ്തുവിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന്. അടുത്ത പട്ടാളക്കാർ യേശു ക്രിസ്തുവിനെ പ്രിട്ടോറിയത്തിൽ കൊണ്ടുപോയി. ഈ പ്രിട്ടോറിയം റോമൻ ഗവൺമെന്റ് ഒഫീഷ്യൽ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. അവിടെ യേശു ക്രിസ്തുവിനെ ചാട്ടുവാർ ഇട്ട് അടിച്ചു. ആ ചാട്ടുവാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വക്കത്ത് ലെതർ ബെൽറ്റിൽ അതിൻ്റെ ആണി തെറിച്ചേക്കുവാണ്. ഒരു അടി ചെയ്യുമ്പോൾ തന്നെ ആ മാംസം ഇറങ്ങി വരും. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി 39 അടി കൊണ്ടു നമ്മുടെ രോഗങ്ങളെ അടിപ്പിനാൾ ഉള്ള സൗഖ്യം നൽകി. അടുത്ത വസ്ത്രം ഊരി ചുമന്ന മേലങ്കി ധരിപ്പിച്ചു. ഈ ചുമന്നത് കാണിക്കുന്ന നമ്മുടെ പാപത്തെയാണ്. നിന്റെ പാപങ്ങൾ എത്ര കടിൻ ചുമപ്പാൽ ഞാൻ വെളുപ്പിക്കാം. ക്രൂശിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചു. അടുത്ത ഒരു മുൾക്കീഴ തലയെ വെച്ചിട്ട് അത് ട്വിസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു കണ്ണ് തന്നെ ഇറങ്ങി വന്നു. ഈ നമ്മുടെ ശാപങ്ങളെ വഹിച്ചു. മുള്ള ശാപങ്ങളെ കാണിക്കുന്നു. വലം കയ്യിൽ കൂല്. ഈ രാജാക്കന്മാരൊക്കെ സ്വർണ്ണ ചെങ്കൂലാണ് പിടിക്കുന്നത്. പക്ഷെ ഇവിടെ ആക്ഷേപിച്ച് തുപ്പി ദാടി വലിച്ച് ഇതൊക്കെ നമുക്ക് വേണ്ടി സഹിച്ചത് കുർണക്കാരനായ ശിമോൻ നിർമ്മത്താൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് ചുമന്നു. പിന്നത്തേതിൽ അയാളുടെ 2 മക്കളെ ദൈവം അനുഗ്രഹിച്ച് വലിയ ക്രിസ്ത്യൻ ലീഡേഴ്സ് ആക്കി. ഗോൽഗോത്ത എന്ന് പറഞ്ഞ സ്ഥലത്താണ് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചത്. ഇതേ സ്ഥലത്ത് ദാവീദ് ഗോലിയാത്തിനെ കൊന്നത്. വർഷങ്ങൾക്ക് ശേഷം ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തു സാത്താനെ തലക്കേൽ കീഴിലാക്കി. അത് കഴിഞ്ഞ് ഒരു ബാനർ ഒട്ടിച്ചു വെച്ചു, ജീസസ് കിങ് ഓഫ് ജൂസ്. The love kept Jesus on the cross, not the nails. മീൻസ് നമ്മളോടുള്ള ആരുമായ സ്നേഹം കൊണ്ടാണ് യേശു ക്രിസ്തു ആ ക്രൂശിൽ നിന്നത്. അവസാനം ആത്മാവിനെ കൊടുത്തിട്ട് പറഞ്ഞു ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഡെത്ത്ലെസ് സ്കൈ. എന്നുവെച്ചാൽ ജയാളിയുടെ ഒരു കരച്ചിൽ, മരണത്തിന് ഇനി ജയം ഇല്ല. അത് മരിച്ചു കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ ആലയത്തിൻ്റെ കർട്ടൻ മേളിൽ തൊട്ട് താഴെ വരെയും സ്പ്ലിറ്റായി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു. പക്ഷെ മനുഷ്യൻ്റെ ഹൃദയത്തിന് ഒരു മാറ്റവും സംഭവിച്ചില്ല. ശവക്കളർ തുറന്നു. സെയിൻസ് വിശുദ്ധന്മാർ പുറത്തു വന്നു. 12 തൊട്ട് 3 മണി ഭൂമി മുഴുവൻ ഇരുണ്ടുപോയി. യേശു ക്രിസ്തുവിനെ ജോസഫ് അമൃതയുടെ ഒരു പുതിയ ശവക്കല്ലറയിലാണ് അടക്കിയത്. ശത്രുക്കൾ ഓർത്ത് യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു 3-ാം ദിവസം എഴുന്നേക്കുമെന്ന്. അതുകൊണ്ട് കല്ലറ വലിയൊരു കല്ല് വെച്ചിട്ട് റോമാ ഗവൺമെന്റ് മുദ്ര വെച്ച് സീൽ ചെയ്ത് കാവൽക്കാരെ നിർത്തി. പക്ഷെ ഇതൊന്നും യേശുവിനെ കല്ലറയിൽ അടക്കിയില്ല. മെറ്റീരിയൽ ഓബ്സ്റ്റിക്കിൾസോ അല്ലെങ്കിൽ മനുഷ്യന്റെ അധികാരമോ അല്ലെങ്കിൽ മനുഷ്യന്റെ ശക്തിയോ ഒന്നും. 3-ാം ദിവസം ക്രിസ്തു കല്ലറയിൽ നിന്ന് പുറത്തു വന്ന് ജയാളിയായി എഴുന്നേറ്റു. ഈ വചനത്താൽ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.